ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇത് റവയുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. മടിയുള്ള വീട്ടമ്മമാർക്കൊക്കെ പറ്റിയ ഒരു ചായക്കടിയാണ് കേട്ടോ അത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പിലോട്ട് ഒരു 1.5 ടീസ്പൂണോളം പഞ്ചസാരയും ഒരു 3/4 ടീസ്പൂണോളം ഈസ്റ്റും കൂടി ചേർത്തിട്ട് ഒരു 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് ഇത് പൊങ്ങാനായിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലോട്ട് 1.5 കപ്പ് റവ വെച്ചിട്ടാണ് ഞാൻ ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് 1.5 കപ്പ് റവ, എത്ര അളവിലാണ് ആ റവ എടുക്കുന്നത് അത് ഫുള്ളായിട്ട് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി 1.5 കപ്പ് റവയിലോട്ട് നമുക്കൊരു കപ്പിൻ്റെ 1/3 ഭാഗം മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മൈദപ്പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയും യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മുട്ട കൂടി ഇതിലോട്ട് പൊട്ടിച്ച് വയ്ക്കാം. മുട്ട ചേർക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ ഈ ഒരു അപ്പത്തിന്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് പാകാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് വെള്ളം മുകളിൽ നിൽക്കും ചെയ്യും, അടിയിലോട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കിതിങ്ങനെ ഒന്ന് വെക്കാം. കാരണം റവ നല്ലപോലെ വെള്ളം കുടിക്കും. അപ്പോൾ നമുക്കിതിന് എത്രത്തോളം വെള്ളം ചേർത്ത് കൊടുക്കണം എന്നുള്ളൊരു ഇത് കിട്ടും, നമുക്കൊരു കണക്ക് കിട്ടും. അപ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ ഇതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം തന്നെ ഒന്നിച്ചുള്ള വെള്ളം എല്ലാം കൂടി ഒഴിച്ചു കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ വെള്ളം കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒരു 1-2 മിനിറ്റ് വെച്ചാൽ തന്നെ വീണ്ടും നല്ല കട്ടിയായ പോലെ തോന്നും. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിക്കേണ്ട, കാരണം നമ്മൾ എടുത്ത് വെച്ച ആ ഈസ്റ്റ് വെച്ച ആ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ പാകത്തിനായിക്കോളും. ഇനി നമുക്ക് അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് അത്യാവശ്യം നന്നായിട്ട് 5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു വെള്ളം കൂടി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാകത്തിനായി കിട്ടും. ഇനി നമുക്കിതൊന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്നും മിക്സിയിലിട്ടിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആ റവയൊക്കെ ഒന്ന് അത്യാവശ്യം അരയണം കേട്ടോ. പിന്നെ മൈദപ്പൊടി പെട്ടെന്ന് മിക്സായി കിട്ടും. റവ കുറച്ച് തരിയാണല്ലോ, അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് അരഞ്ഞ് കിട്ടണം. ഇതുപോലെ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത്. ഈ ഒരു മാവ് നമുക്കൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ. അപ്പോൾ നല്ല അടിപൊളി പൊങ്ങി വന്നോളും. ഈ ഒരു സമയം കൊണ്ട് ഞാൻ ഇതിലോട്ട് ഒരു ചട്നി തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൽ വെറും തേങ്ങയും ചുവന്നുള്ളിയും ഉണക്കമുളകും കൂടി വെച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ടിട്ട് താളിച്ചൊഴിച്ചാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്താൽ മതി. നല്ല അടിപൊളി ചട്നിയാണ്. ഇതിലോട്ട് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. ഇത് നമുക്ക് ഇഡ്ഡലിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചട്നിയും കൂടിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ. അപ്പോൾ ചട്നിയൊക്കെ റെഡിയാക്കിയപ്പോഴേക്കും നമ്മുടെ മാവ് പാകത്തിനായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. പാൻ ചൂടായതിന് ശേഷം ഇതുപോലെ കോരി ഒഴിച്ചിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം, ഇല്ലെങ്കിൽ പരത്തി കൊടുക്കാതെ മാവ് കോരി ഒഴിച്ചിട്ടും അങ്ങനെയും ചുട്ടെടുക്കാം. അപ്പോൾ കുറച്ച് കനം കൂടുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് പരത്തുന്നുണ്ട്, ഓവറായിട്ട് പരത്തണ്ട. ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് മുകളിലുമാണെങ്കിൽ നെയ്യൊന്ന് തൂവി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ അപ്പം റെഡിയാവും. നല്ല പഞ്ഞി പോലുള്ള അപ്പമാണ്. ഇതിൻ്റെ ഫ്ലേവർ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും, കാരണം നമ്മൾ മുട്ട കൂടി ചേർത്തത് കൊണ്ട് നല്ലൊരു അടിപൊളി ഫ്ലേവറാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് നല്ല സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ അടിഭാഗമൊക്കെ കണ്ടോ നല്ല മുരിഞ്ഞ് ഇരുന്നിട്ട് മുകൾ ഭാഗം പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഓരോരോ ദോശയും ഇതുപോലെ ചുട്ടെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ചുട്ട് തീരും, എന്നുവെച്ചാൽ പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും. റവ വീട്ടിലിരിപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. പിന്നെ എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്യും ഇതിൻ്റെ ഫ്ലേവറും ടേസ്റ്റൊക്കെ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ടൊക്കെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യട്ടോ. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണാം. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.